കെട്ടിക്കണ ജമീലത്തതിന്റെ രണ്ടാമത്തെ പ്രിയപ്പെട്ട ബഷീറിന്റെ ആദ്യത്തെ വീട് റംലത്തിന്റെ 10ാമത്തെ മോനാണ്. അത് ശരി, അങ്ങനെ കേട്ടെ. എന്റെ പൊന്നപ്പഞ്ചേട്ടാ, ഈ അയ്യന്തോൾ സ്കൂളിലല്ലേ പഠിച്ചത്. അവിടുന്ന് കള്ളവണ്ടി കയറിയോ മദ്രാസിൽ പോയി. അവിടുന്ന് നമ്മുടെ ഗഫൂർക്കാട് ലോഞ്ചില് കെനിയയിൽ പോയി. അത് ശരി. കെനിയെന്ന് അമേരിക്കയിലൊന്നും മുഖ്യമന്ത്രി ആയില്ല അവൻ. മുഖ്യ പ്രസിഡന്റ്. എന്ത് കുന്താണെങ്കിലും മക്കയും പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ സാറക്കുട്ടീനെ ടിവിയിലെങ്കിലും കണ്ടിട്ടായിരുന്നു. ചേട്ടാ, ഇത് എപ്പോ കഴിയും സാധനം? എന്റെ പൊന്നു സുഹൃത്ത്, ഒരു 1.5 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂർ കഴിയില്ല? ഇല്ല, 1.5 മണിക്കൂർ കഴിയാതെ കഴിയില്ല. അപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞ് വരാം. ഓക്കെ 1.5. ഇയാൾക്ക് എന്ത് വേണോ? തിരക്കുണ്ടെങ്കിൽ ആ കെന്റിൽ എങ്ങനെ പോയി വെട്ട്. അവിടെ $5 വെട്ട്. ഇവനൊരു 1 മാസമായി ഇതിലെ കറങ്ങി നടക്കണം. എന്റെ കടയിൽ ഇവൻ രാവിലെ ഒരു 9 മണിയാകുമ്പോ വരും. ചേട്ടാ തിരക്കാണെന്ന് ചോദിക്കും. നമ്മളൊരു അമ്മിയോൻ, നമ്മൾ വലിയ തിരക്കാണല്ലോ. ഉച്ചയാകുമ്പോ പിന്നെ വരും ഇവൻ. വന്നിട്ട് ചേട്ടാ എത്ര സമയം എടുക്കും? നമ്മള് 2-2.5 മണിക്കൂർ എടുക്കും നമ്മള് പറയുമല്ലോ. ഇവന് തിരിച്ചു പോകും. എന്നിട്ട് ഇവൻ പിന്നെ വൈകുന്നേരം പിന്നെ വരും. ദാസപ്പ ചേട്ടാ, ഇവൻ എന്നിട്ട് പിന്നെയും ചോദിക്കും, ചേട്ടാ തിരക്കാണോ? നമ്മളൊരു അമ്മിയോൻ, നമ്മള് സ്വഭാവമായിട്ട് തിരക്കാണല്ലോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറയും. ഇവന് ഇങ്ങനെ 1 മാസമായിട്ട് ഇവന് എന്റെ കടയിൽ ഇങ്ങനെ വന്ന് പോയി ചോദിച്ചു പോണു. ഇതുവരെ എന്റെ അടുത്ത് അവൻ താടിയും മേടിച്ചിട്ടില്ല, മുടിയും വെട്ടിട്ടില്ല. ഇനിയും വല്ല കൊട്ടേഷൻ ടീമാണല്ലോ. നാട്ടിലിപ്പോ മുഴുവൻ അവന്മാരാ. എനിക്ക് സംശയമുണ്ട് ഇവൻ വല്ല കൊട്ടേഷൻ ടീം വേണോ. ബാബു, കളി എന്നാടാവേ? നീ ആ കുതിര എടുത്തു വെട്ടി ഇപ്പൊ കളി തരില്ലാവേ. കുതിര നീ എന്തെടുത്ത കളി തരണ? ആനയോ? കളി നിർത്തി വീട്ടിൽ പോടാ. ഇട എന്നാടാ ഇത്ര ആലോചിക്കണം? നിന്നെയൊക്കെ ആരാടാ ചെസ്സുകൾ പഠിപ്പിച്ചേ? ഇതാണോ ചെസ്? വെറുതെ സമയം കളയാനായിട്ട് നിന്നോട് ആ ക്രോസ് റോഡ്സ് മാളിൽ നിന്ന് എടുത്തപ്പോഴേ പറഞ്ഞ വെറുതെ അറിയാത്ത സാധനത്തിൽ നിന്ന് കയറി കൈയിടരുത്. അയ്യേ ചേട്ടാ, ഇതിപ്പോ എങ്ങനെ കഴിയോ? ഒന്ന് എഴുന്നേറ്റേ. നീ ഇവിടെ ഇരുന്നേ. നിന്റെ മുടി ഇന്ന് വെട്ടിയിട്ടേ കാര്യമുള്ളൂ. വേണ്ട വേണ്ട, എനിക്കിരിക്കണ്ട. എന്നാലും എനിക്ക് 1/2 മണിക്കൂർ കൂടി എടുക്കുമല്ലോ അല്ലേ? തീവ്രവാദിയാണ്. ഏയ് ബാലം മുടി വെട്ടി ആരോ കൊട്ടേഷൻ കൊടുത്തതാ. നീ വന്നേ. ഇവൻ എവിടുന്നാ വരണത്, എങ്ങോട്ടാ പോണതെന്ന് ഇന്ന് കണ്ടുപിടിക്കണം. നീ പോയിട്ടോ? ഓക്കെ ഞാൻ ശരിയാക്കി തരാം. 1 മാസമായി ഇവൻ വരും പോവും വരും. മുടിയും വെട്ടില്ല, താടിയും പിടിക്കില്ല. കിട്ടി അവന് പണി കൊടുക്കണം. ബാല താൻ കുറെ നേരമായില്ല സോപ്പിട്ട് പറപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ താടി പഠിക്കാൻ വന്നതല്ല, മുടി വെട്ടാൻ വന്നതാണോ? ഇവിടെ വന്നപ്പോ തൊട്ട് പാരീസിൽ ഇരുന്ന പടം നോക്കി വെള്ളം ഒലിപ്പിച്ചിരിക്കാതെ വാ തുറന്ന് പറയണം. മുടി വെട്ടണം, താടി പഠിക്കണം വന്നേക്കണം. ബാല അവരെ എണീപ്പിച്ചു വിട്. എന്റെ മുടി ഒന്ന് ഡൈ ചെയ്യണല്ലോ ബാല. എന്റെ രാമേട്ട് ഡൈ ആവാൻ പോണ നിങ്ങൾക്ക് ഇനി എന്നാ ഡൈ ചെയ്യാനാ? എനിക്കറിയാം, ഞാനാണ് മ്യോൻ. ഇവനെ വിട്ടാ ഇവൻ കംപ്ലീറ്റ് കണ്ടുപിടിക്കും. ആട്ടെ, അവൻ എവിടെന്നാ വരണത്? എവിടെന്നാ വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അവൻ ഇവിടുന്ന് സമയവും ചോദിച്ചു പോണത് ചേട്ടന്റെ വീട്ടിലേക്കാ. എടീ സ്ഥലേ, സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. പലവടി